പ്രായം 50 കഴിഞ്ഞപ്പോൾ എന്റെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഡയറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, മസൂർ ദാലും പീച്ചിങ്ങയും. ദാല് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് പീച്ചിങ്ങ ക്ലീൻ ചെയ്തെടുക്കാം. ഈ മസൂർ ദാലിലും പീച്ചിങ്ങയിലും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണുള്ളത്. ഹൈ ഫൈബർ കണ്ടന്റ്സ് ഉണ്ട്, പിന്നെ അയണും ഉണ്ട്. ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് മഗ്നീഷ്യം ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ ഈ പറയുന്ന ദാലിനകത്ത് മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാമിൽ ഏകദേശം 47 മുതൽ 56 മില്ലിഗ്രാം വരെ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ദാലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പീച്ചിങ്ങയും കുറച്ച് സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അയ്യോ, ഇപ്പോഴാ ഓർത്ത നിങ്ങളെ ആരെയും ഞാൻ വെൽക്കം ചെയ്തില്ലല്ലോ. അപ്പൊ വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പാത്രത്തിൽ കിട്ടുന്നത് എന്തും കഴിച്ച് ശീലിച്ച ഞാൻ ഇപ്പൊ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പണി പാളിയാലോ. മീൻവയൽ ഞാൻ മീൻ വായിലാക്കാനുള്ള പരിപാടികളും കൂടി ചെയ്യുന്നുണ്ടേ. മീനിൽ പ്രോട്ടീൻ ഉണ്ട്. ഷുഗർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രോട്ടീനും കഴിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തേങ്ങയുടെ കിഴിക്കാൻ പറ്റുന്ന കണ്ണിന്റെ ഓപ്പോസിറ്റിലെ ഭാഗത്ത് 2 അടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് പൊട്ടി കിട്ടുമെന്ന്. എന്റെ ശക്തി കുറവ് കാരണം 3ാമത്തെ അടിക്കാണ് അത് പൊട്ടിയത്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷെ എനിക്കിവിടെ സവാളയാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറിയുടെ സെയിം ഇൻഗ്രീഡിയന്റ് വെച്ച് ഈ കറി നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ചാറുകറിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഒരു കുറുക്ക് കറി പോലെ ഉണ്ടാക്കാൻ പറ്റും, തോരൻ പോലെയും ഉണ്ടാക്കാൻ പറ്റും. ചാറുകറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്ത സാധനത്തിലേക്ക് 2 നുള്ള ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനിയിപ്പോ തോരനാണ് വേണ്ടതെങ്കിൽ പരിപ്പും പീച്ചിങ്ങയും ഒരുപാട് വേവിക്കാതെ ഈ സെയിം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ തോരനായിട്ടും കിട്ടും. ഞാൻ ഇന്ന് ഇവിടെ ഒരു കുറുക്ക് കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. ഒരു സത്യം പറയട്ടെ, ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് അടുപ്പത്ത് വെച്ചിരുന്നത്. പക്ഷെ പരിപ്പും പീച്ചിങ്ങയും ഇച്ചിരി നന്നായിട്ട് അങ്ങ് വെന്തുപോയി. ചാറുകറി വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറുക്ക് കറി പോലെ ആക്കിയേക്കാന്ന് വെച്ചു. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ കറികൾ ജനിക്കുന്നത്. എങ്ങനെയായാലും ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാമോ, ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ആദ്യത്തെ 5 വർഷം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സിവിയറിറ്റി കുറയ്ക്കാനോ ഒക്കെ നമ്മുടെ ഡയറ്റും എക്സസൈസും കൊണ്ടൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കുമെന്ന് അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഡയറ്റോ എക്സസൈസോ ഒന്നും ഫോളോ ചെയ്യാതെ നമ്മളുടെ അസുഖത്തെ കൂട്ടുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലല്ലോ. മുൻപ് ഞാൻ പറഞ്ഞു മീൻ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ മീൻ ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മൾ കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വറുത്തത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യപരമായ ഭക്ഷണ രീതികൾ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതൊരു ശീലമാക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തരാൻ വേണ്ടി മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.